ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നയനയും ആദർശും ബെഡ്റൂമിൽ പരസ്പരം കാണാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ആദർശ് നയനയെ വിളിക്കുന്നത്. അപ്പം നയനയെ വിളിച്ച് തൻ്റെ മനസ്സ് നിറയെ നീയാണെന്നും നിന്നെ കാണാതെ എനിക്ക് പറ്റില്ല എന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ആദർശ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദർശ് അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനയാണെങ്കിൽ 41 ദിവസത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞു. 41 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ ആദർശേട്ടാ, നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാമല്ലോ, മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമല്ലോ. ഇപ്പോൾ ആദർശേട്ടൻ വേറെ ഒന്നും ചിന്തിക്കണ്ട, നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞ് നമ്മുടെ ആദർശും നയനിയും ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആദർശും നയനിയും ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ആദർശിന് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം നയനയെ കാണാൻ പറ്റാത്തതിൻ്റെ അല്ലെങ്കിൽ നയനയെ അടുത്തറിയാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ നിരാശയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ആദർശ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നയനിയും അതേ രീതിയിൽ തന്നെ അവിടെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുക. കാരണം നയൻ ആ ഒരു ഭയങ്കര ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും അവരുടെ രണ്ടുപേരുടെയും ലൈഫ് കുട്ടിച്ചോറാക്കാൻ നോക്കിയ നമ്മുടെ ദേവയാനി ഭർത്താവിൻ്റെ കൂടെ മുറിയിലേക്ക് കയറിയതാണ്. പുള്ളിക്കാരിക്കും കിട്ടാനുള്ളതൊക്കെ വയറ് നിറച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇവർ ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ആദർശ് കിടക്കാനായിട്ട് കയറി കിടന്നു. നയനയും അവിടെ ഇരിക്കുവാണ്. നയന ഇങ്ങനെ ആലോചിച്ച് ആദർശനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കാൻ വരുന്നില്ല, കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് പിന്നെ എഴുന്നേറ്റിരുന്നിട്ട് ഇങ്ങനെ നയനയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക. വ്രതമാണെങ്കിൽ പോലും ആദർശനൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരിത്. അങ്ങനെ അവർ ആ ഒരു ഭയങ്കര നിരാശയിൽ ഇങ്ങനെ മുന്നോട്ട് പോകണം. ഈ സമയത്ത് ദേവയാനി ആണെങ്കിലും ഭർത്താവിൻ്റെ കൂടെ മുറിയിൽ കയറി ഇരുന്നതാണ്. പക്ഷെ ദേവയാനിക്ക് മൊത്തത്തിൽ ഒരു പ്രശ്നമൊക്കെയാണ്. തലകറക്കം വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ജയനാണെന്നുണ്ടെങ്കിൽ ദേവയാനിയുടെ ഈ അവസ്ഥയും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജയനും അതിനുള്ള മറുപടികൾ ദേവയാനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മക്കളോട് കാണിച്ചതിന് ഒരു പക്ഷേ അയ്യപ്പസ്വാമി നിന്നോട് കാണിക്കുന്ന ഒരു വിരോധമായിരിക്കും ഇത്, അല്ലെങ്കിൽ ഒരു ദേഷ്യമായിരിക്കും ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയൻ ഇങ്ങനെ ദേവയാനിയോട് പറയുന്നുണ്ട്. പിന്നെ ജയേട്ടന് വെറുതെ തോന്നുന്നു, പിന്നെ അയ്യപ്പസ്വാമിക്ക് അതല്ലേ പണി, അയ്യപ്പസ്വാമിക്ക് അറിയാം ഞാൻ എന്തിനാ അത് ചെയ്തതെന്ന് അറിയാം, അത് അയ്യപ്പസ്വാമിക്ക് അറിയാം, അതാണ് കുഴപ്പമെന്ന് ജയനും അന്നേരം ദേവയാനിയോട് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ 2 മുറിയിൽ ഉറങ്ങുന്നതിൻ്റെ സന്തോഷമാണ് അവിടെ രേവതിക്കും മകൾക്കും. എന്തായാലും അവളുടെയും ഹണിമൂൺ ട്രിപ്പൊക്കെ കുളവായില്ലേ, അതിൻ്റെ സന്തോഷത്തിൽ അവരവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചില്ലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ജലജയ്ക്കും. ഇവിടെ നമ്മുടെ ജയനാണെങ്കിൽ ദേവയാനിക്ക് തക്ക സമയത്ത് കൊടുക്കേണ്ട മറുപടികളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെ നമ്മുടെ അഭി ഇങ്ങനെ നവ്യയുടെ കൂടെ മുറിയിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ അവിടെ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്ന മകൻ്റെ അടുത്തേക്ക് ജലജ ചെന്നു കേട്ടോ. ജലജ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ കിടക്കുന്നില്ല ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ കിടക്കാനാ, അവളുടെ അരികിലേക്കല്ലേ പോകേണ്ടത്, അതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നേ എന്നും പറഞ്ഞ് അഭിയിരിക്കും പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാ, പക്ഷേ അവളെ ഉണ്ടല്ലോ, അവളെ സൂക്ഷിക്കണോടാ, കാരണം അവൾ ഭയങ്കര കാഞ്ഞ വിത്ത, ഇന്ന് ഞങ്ങളെല്ലാവരും ഈ അവസ്ഥയിലാകാൻ ആരാ കാരണമെന്ന് നിനക്കറിയാവുന്ന ചോദിച്ചു. അഭി ഇങ്ങനെ നോക്കി ആരാണെന്ന്, അത് വേറെ ആരുമില്ല, അവളാ ആ നവ്യെന്ന് പറയുന്നവളാണെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവളെന്തോ പണി ഒപ്പിച്ചതാ, അവളുമാർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റവളുമാരെന്തോ പണി ഒപ്പിച്ചതായിരുന്നു, അനാമികയും അവളുടെ അമ്മയും കൂടി. പക്ഷേ അത് നവ്യ എന്തോ കാണിച്ച് തിരിച്ച് പണി തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്ന അവൾ ഈ ഇടയായിട്ട് തിരിച്ചടി കിട്ടുന്നതിനെല്ലാം അവൾ മറുപണി കൊടുക്കുന്നുണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. പിന്നെ നവ്യ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു ഗുണം നമുക്കുണ്ടായെന്ന് പറഞ്ഞു ജലജ. അപ്പം മോൻ ചോദിച്ചു എന്താ അമ്മേ എന്ത് ഗുണമാണെന്ന് ചോദിച്ചപ്പം അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ പാകത്തിനാണ് അനാമികയും അമ്മയും കൂടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ ഇരുന്നങ്ങ് കണ്ടു കൊടുത്താൽ മതി, അവളുമാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തോളും. നവ്യയുടെ കുഞ്ഞിനെ കളയാനായിട്ട് എന്തോ ഒരു പദ്ധതിയൊക്കെ അവർ രണ്ടുപേരും കൂടി ഒപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരതങ്ങ് ചെയ്തോട്ടെ, നമ്മൾ ഒന്നിനും അങ്ങ് നിൽക്കണ്ട, അവർക്കങ്ങ് ഒരു സപ്പോർട്ടായിട്ടങ്ങ് നിന്ന് കൊടുത്താൽ മതി. പിന്നെ നവ്യയുടെ മുന്നിൽ നീ ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, കുറച്ചുകൂടി സ്നേഹമൊക്കെ പ്രകടിപ്പിക്കണം, ഒരു സംശയവും തോന്നരുത്, അല്ലെങ്കിൽ തന്നെ നീ പറഞ്ഞതാണ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നീ അല്ലാന്ന്, അതിൻ്റേതായ ഒരു ഇതെല്ലാം അവർക്കും നിന്നോടുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു ഇനിയിപ്പോൾ കുഞ്ഞ് പോയാലും വേറൊരു രീതിയിലുള്ള സംശയം നിന്നിലേക്ക് വരരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നവ്യയോട് നല്ല കാര്യമായിട്ട് തന്നെ ഇടപെടണം. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യം വല്ലതും ആണോ അമ്മയെന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതൊക്കെ നടക്കുവേടാ, കാരണം അനാമികയുടെ അമ്മയും അച്ഛനൊന്നും ചില്ലറക്കാരല്ല, അവരൊക്കെ വെറും തറകളാണെന്നാണ് തോന്നുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ പറഞ്ഞു.
അപ്പോൾ എന്ത് കാണിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, എന്നാ ഷോപ്പിംഗ് വേണമെങ്കിലും ഞാൻ നടത്താം, അവളെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി, ഈ കുഞ്ഞങ്ങാനും അവളുടെ വയറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവളെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ വലിയ ദിവാസ്വപ്നം കാണുക. ആരൊക്കെ ദിവാസ്വപ്നം കണ്ടാലും എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും ദൈവമെന്നൊരാൾ വിചാരിക്കാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് നീ ചെല്ലാൻ പറഞ്ഞ് അമ്മ മകനെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് അഭി നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ നവ്യ അവിടെ ഇരിക്കും. അപ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഓ നീ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നവ്യ പറയാനുള്ള കാര്യങ്ങളൊക്കെ അഭിയോട് പറയാം പതിവ് പോലെ തന്നെ. നീ എന്തൊരു മനുഷ്യനാടാ, നീ എത്ര, ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് നീ എത്ര തവണ എൻ്റെ അരികിലേക്ക് വന്നടാ, നീ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നോ, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നീ അറിഞ്ഞ് ചോദിച്ചോ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ, എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ, നീ എന്തൊരു ദുഷ്ടനാ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ നവ്യ ഇങ്ങനെ ഈ അഭിയോട് പറയുമ്പം എൻ്റെ അവസ്ഥകളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ മോളെ, നീ എന്നോട് ക്ഷമിക്കുക, ഏതായാലും ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാനായിട്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്യാം, ഇനിയിപ്പോൾ ഏതായാലും വ്രതമല്ലേ, വ്രതമൊക്കെ ഒന്ന് കഴിയട്ടെ, നിൻ്റെ ആഗ്രഹം പോലെ നിന്നെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകൂ, എന്തെല്ലാം വേണമെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞതേ നമ്മുടെ അഭിയും നവ്യയും കൂടി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയൊക്കെയാണ് വന്നത്, പക്ഷേ വല്ലാത്തൊരു ചതിയായിപ്പോൾ ഈ 41 ദിവസത്തെ വ്രതം എന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ ഭയങ്കര സോപ്പിങ്ങും വർത്താനം കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കാര്യമല്ല അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ പിന്നെ സോപ്പിട്ട് നവ്യ പതപ്പിച്ച് കൈ വെള്ളയിലാക്കി നമ്മുടെ അഭി. നവ്യ ആണെങ്കിൽ പ്രത്യക്ഷത്തിൽ അതൊക്കെ വിശ്വസിച്ച രീതിയിൽ തന്നെ നിൽക്കുക. അതിനുശേഷം നമ്മുടെ നവ്യയെ പിടിച്ച് നെഞ്ചിലേക്ക് ചായച്ച് കിടത്തി സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അനാമിക നേരെ അനിയുടെ റൂമിലേക്ക് ചെന്നു. അനിയുടെ റൂമിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്ന് അനിയെ ചൊറിയാൻ നോക്കുവാണ്. ഏതായാലും നിൻ്റെ ഏട്ടത്തിയെന്ന് പറയുന്നവളെയും മാതൃചേട്ടനെയും നിൻ്റെ വല്യമ്മ 2 മുറിയിലാക്കി, നമ്മളെ പിന്നെ 2 മുറിയിലാക്കേണ്ട കാര്യമില്ലല്ലോ. അനി അതിനൊന്നും മിണ്ടുന്നില്ല. ഇത് ഞാനും നീ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ 2 വ്യക്തികളായിട്ട് തന്നെയല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് മാലയിട്ട നിൻ്റെ കൂടെ ഒരു മുറി ഷെയർ ചെയ്തെന്നോർത്ത് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് അനാമിക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് കയറി വന്നതാണെന്ന് ചോദിച്ചു. ഇത് വ്രതം നോക്കുന്ന ഒരു സമയമാണ്, ഈ വീട്ടിലെ എല്ലാവരും മാലയിട്ടിരിക്കുന്ന സമയമാണ്, ഇനിയെങ്കിലും ഈ 41 ദിവസമെങ്കിലും വീട്ടിൽ വഴക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാൻ നീ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഓഹോ ഞാനാണോടാ ഈ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്, നിൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവളും അതുപോലെ അവളുടെ ചേച്ചിയല്ലേ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇന്ന് തന്നെ ഞങ്ങളുടെ വയറ് ാക്കിയതും അവരല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ വലിയ ആൾ കളിക്കുമ്പോൾ അനി പറഞ്ഞു ഒരിക്കലും ഏട്ടത്തിമാരങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിൽ വേറെന്തോ ആരും അറിയാത്തൊരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ഇനി ഞാനായിരിക്കും ഇവിടെ എല്ലാം കൂടെ കൊണ്ടാ കലക്കിയത്, അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല എന്ന് നമ്മുടെ അനി അന്നേരം അനാമികയോട് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമികയ്ക്ക് ഭയങ്കര കലിപ്പ്. അനാമിക ഇങ്ങനെ ചൊറിഞ്ഞ് ചെല്ലും കേട്ടോ. അന്നേരം നമ്മുടെ അനി പറഞ്ഞു നിനക്ക് എന്നോട് ഒരു കണിക പോലും സ്നേഹമില്ലെന്നുള്ള കാര്യം എനിക്കറിയാം, നിനക്ക് എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ കയറി പറ്റണമായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് നീ സ്നേഹം നടിച്ച് അഭിനയിച്ച് എൻ്റെ അരികിലേക്ക് വന്നത്. നിൻ്റെ ഉള്ളിൽ അന്നും എന്നോട് സ്നേഹമില്ല, ഇന്നും എന്നോട് സ്നേഹമില്ല. പിന്നെ ഈ വീട്ടിൽ ഇത്രയും കാലം സമാധാനത്തോടെയും സ്വസ്ഥതയോടും കൂടി എല്ലാവരും ജീവിച്ചത്, പരസ്പരം വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരുന്നു. വല്യമ്മയ്ക്ക് നയനേട്ടത്തിയോട് ചെറിയ നീരസം ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വീട്ടിലെ സമാധാനം കെടുത്തി ഈ വീട്ടിൽ നീയായിട്ട് ഇപ്പോൾ സമാധാനക്കേടും പരസ്പരം സ്നേഹിക്കുന്നവരെ തമ്മിൽ തല്ലിക്കാനും നോക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു. നീ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥത കളയാനാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഹനിയുള്ള കാര്യങ്ങളെല്ലാം അനാമികയോട് തുറന്നു പറയുക. അനാമികയുടെ സകല കള്ളക്കളികളും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു വൃത്തികെട്ട പ്രവൃത്തികളൊക്കെ മുഖത്ത് നോക്കി നമ്മുടെ അനി അങ്ങ് വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. പിന്നെ അനാമികയ്ക്ക് അനങ്ങാൻ പറ്റുമോ? ഇല്ല. അനാമികയാണെന്നുണ്ടെങ്കിൽ മിണ്ടാട്ടം മുട്ടിയതുപോലെ ഇങ്ങനെ നിൽക്കുക. പക്ഷെ അനിയുടെ മുന്നിൽ താൻ തോറ്റുപോയി ഇതെല്ലാം ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ അനിയോട് തർക്കിക്കാനായിട്ട് തോന്നി. അപ്പോൾ അനി പറഞ്ഞു എനിക്ക് നിന്നോട് തർക്കിക്കാൻ താല്പര്യമില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങളാണ്, ഈ വീട് കുട്ടിച്ചോറാക്കാൻ തന്നെയാണ് നീ വന്നതെന്നും പറഞ്ഞു അനി ഇങ്ങനെ പറഞ്ഞു. ഏതായാലും നീ എന്തൊക്കെ ചെയ്താലും അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും പറയുവാണ്. ഈ കണക്കിന് പോയാൽ നിൻ്റെ ജീവിതം ഈ വീട്ടിൽ ഒരുപാട് കാലം കാണില്ല എന്നും നമ്മുടെ അനി തന്നെയായിട്ട് അനാമികയോട് പറയുക കേട്ടോ. എന്തായാലും തൻ്റെ ജീവിതത്തിൽ നിന്ന് നീ പടിക്ക് പുറത്താകുമെന്ന് അനി കറക്റ്റായിട്ടങ്ങ് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതും കേട്ട് മോൾക്ക് കലിപ്പ്. മോൾ അമ്മയോട് ചെന്ന് ഇതെല്ലാം A to Z പറയുക. പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് അതിനേക്കാളും വലിയ വാശി. അപ്പോഴേക്കും അച്ഛൻ്റെ കോള് വന്നു. അച്ഛനോട് വിവരങ്ങളെല്ലാം പറഞ്ഞങ്ങ് കൊടുത്തു. അമ്മയും മോളും കൂടെ ഇരുന്ന് എല്ലാം പറഞ്ഞു കൊടുത്ത് മകൾ പറഞ്ഞതും അമ്മ പറഞ്ഞതും എല്ലാം കേട്ട അച്ഛൻ മകളോടും ഭാര്യയോടും പറയുന്നത്
നിങ്ങൾ വിഷമിക്കേണ്ട, ഏതായാലും നമുക്കിട്ട് പണി തന്നവളെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എനിക്കിപ്പോൾ ഏതായാലും അനന്തപുരിയിലേക്ക് വന്നത് തരാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പുറത്ത് ചാടും, അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അപ്പോൾ അതും പറഞ്ഞ് ശരിയെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയും മോളും കൂടി ഇരുന്ന് ആലോചിക്കുക എങ്ങനെ അനന്തപുരിയിൽ നിന്ന് പുറത്ത് പോകും, എന്തെന്ന് പറഞ്ഞ് പുറത്ത് പോകും എന്നുള്ളത്. രണ്ടെണ്ണങ്ങളും കൂടെ ആലോചനയും കാര്യങ്ങളും അങ്ങ് തുടങ്ങി. ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പുള്ളിക്കാരി, അതായത് അമ്മ മോളോട് പറയുവാണ്, മോളെ നമുക്കൊരു കാര്യം ചെയ്യാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരോട് നമുക്ക് പറയാം ജോഗിങ്ങിന് പോവുകയാണെന്ന് പറയാം. ഇതിനു മുന്നേ നമ്മൾ ജോഗിങ്ങിനൊന്നും പോയിട്ടില്ലല്ലോ അമ്മേ, അത് ഇതിനു മുന്നേ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവർക്കറിയില്ലല്ലോ. ഏതായാലും നമുക്ക് ജോഗിങ്ങിൻ്റെ പേരും പറഞ്ഞ് പോകാം. അച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കും, നമുക്ക് എന്നിട്ട് അവിടെ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളുമാർ രണ്ടും പേരും കൂടി ദേവയാനിയുടെയും ജാനകിയുടെയും ഒക്കെ സമ്മതമാണല്ലോ വേണ്ടത്. രണ്ടെണ്ണത്തിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് ജോഗി വേഷമൊക്കെ ഇട്ടുണ്ടാ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ അമ്മയും മോളും കൂടി ഈ വേഷത്തിലെന്ന് ചോദിച്ചു. അതെ, ഞങ്ങളൊന്ന് ജോഗിങ്ങിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ജോഗിങ്ങിനോ? ഇത്രയും ദിവസം അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ. അത് പിന്നെ ഞങ്ങൾ നേരത്തെയൊക്കെ പോകുമായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാണെന്നൊക്കെ ഓർത്തിട്ടാണ്. പിന്നെ ഇതിനകത്ത് തന്നെ ഇരുന്നിട്ടേ എനിക്കും മോൾക്കും ഒക്കെ വീർപ്പ് മുട്ടുക. അപ്പോൾ ഒന്ന് പുറത്തെ വായുവൊക്കെ ശ്വസിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജാനകി, ശരിയായിട്ടത്തെ മോൾക്കാണെങ്കിൽ ഈ വീട്ടിൽ ആകെ ഒരു ഇതല്ലേ, അനിയാണെങ്കിലും മോളെ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല, മോളാണെങ്കിൽ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടൊരവസ്ഥ, ഇവിടെയുള്ള രണ്ട് അവളുമാരും കൂടെ ചേർന്ന് മോളെ ഇട്ട് ശ്വാസം മുട്ടിക്കല്ലേ, മോളൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ജാനകിയുടെ വക ഒരു ഡയലോഗ്. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, ആ ശരി മോൾ അങ്ങനെയെങ്കിൽ പോയിട്ട് പോരെ, ഏതായാലും മോളുടെ മൈൻഡ് ഫ്രീ ആകുന്നത് അങ്ങനെയെങ്കിലും അങ്ങനെ ചെയ്തോ എന്നും പറഞ്ഞു. ഓക്കെ. ഇവരെന്നിട്ട് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് അടുത്തത് പറഞ്ഞുകൊണ്ടിരിക്കുക. ജാനകിയും അതുപോലെ തന്നെ ദേവയാനിയും കൂടെ രണ്ടെണ്ണത്തിനെയും കൂടെ പറ്റിച്ച് പാലം കിടത്തിയിട്ടാണ് അനന്തപുരിയിൽ നിന്നും അടുത്ത പണിയുമായിട്ട് ഇവളുമാർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവളുമാർ രണ്ടുപേരും കൂടെ അങ്ങനെ പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ വേണു ഭാര്യയെയും മകളെയും വെയിറ്റ് ചെയ്ത് വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ മകളുടെ കയ്യിലേക്ക് ഈ പൊടി അങ്ങ് കൊടുത്തു. ഇതെങ്കിലും ഫലത്തിൽ വരുമോ അച്ഛാന്ന് ചോദിച്ചപ്പം ഈ സാധനം വളരെ അപകടകാരിയാണ്, വളരെ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കണം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അബദ്ധമൊന്നും പറ്റിയേക്കരുതെന്ന് പറഞ്ഞു. ഇത് കഴിച്ച് അവളുടെ കുഞ്ഞ് കലങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ ഇത് കഴിക്കുന്ന ആളുടെ കാര്യം കട്ട പുക, അത്ര മാരകമായ വിഷമാണ്. ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന ആൾ മിനിമം 2 ആഴ്ചയെങ്കിലും കിടന്നിടത്ത് തന്നെ കിടക്കും, അനങ്ങാൻ പോലും കഴിയാതെ. അത്രയ്ക്ക് വിഷം ആണ് ഇതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു, മകൾക്കും അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഞാൻ വീണ്ടും പറയുവാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അബദ്ധങ്ങളൊന്നും കാണിച്ചേക്കരുത്, പ്രശ്നമായേക്കരുതെന്ന്. അത് അന്ന് അവൾ നമ്മളെ ചതിച്ചത് കൊണ്ടല്ലേ അച്ഛാ, ഒരിക്കലും ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ പറയുക. എന്നിട്ട് ഇവർ 3 പേരും കൂടെ പ്ലാനൊക്കെ ഒരുക്കുന്നു. എന്തായാലും ഇതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്നെ വിളിക്കുക, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പം എന്നെ അറിയിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ പറയണു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞങ്ങൾ ഏറ്റു, അച്ഛനൊന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഞങ്ങൾ സെറ്റാക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് മകൾ അച്ഛനോട് പറയുന്നത്. അതുപോലെ തന്നെ വേണുവേട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് രേവതി. അങ്ങനെ അമ്മയും മകളും ഈ സാധനവും മേടിച്ച് കയ്യിലാക്കി നവ്യയുടെ കുഞ്ഞിനെ കലക്കി കളയാനായിട്ട് ദൈവത്തിന് പോലും നിരക്കാത്ത പ്രവൃത്തി ചെയ്യാനായിട്ട് പ്ലാനും ഒരുക്കി നേരെ അനന്തപുരിയിലേക്ക് തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നു. പിന്നെ അനി പറഞ്ഞതിൻ്റെ കലിപ്പും അനാമികയുടെ മനസ്സിലിങ്ങനെ കിടക്കുക. കാരണം നീ ലോക ഫ്രോഡാണെന്നുള്ള രീതിയിൽ പറയാതെ നമ്മുടെ അനി കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും മൊത്തത്തിൽ ഡേഞ്ചറായിട്ടിരിക്കുന്നു. പിന്നെ നയനയാണെന്നുണ്ടെങ്കിൽ വ്രതശുദ്ധിയുള്ള വീടല്ലേ, അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അങ്ങനെയെല്ലാം ചെയ്ത് എല്ലാം സെറ്റാക്കി ഓക്കെ ആക്കി ആ ഒരു ഇതിലിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് ദേവയാനിയും ജാനകിയും കൂടി ചേർന്ന് അതിന് കുറ്റവും കുറവും ഇതെല്ലാം കണ്ടുപിടിച്ച് പിന്നാലെ ഇങ്ങനെ നടക്കുക. അപ്പോൾ അതിനുള്ള മറുപടികളുമായിട്ട് ഓരോരുത്തർ അതായത് ആണുങ്ങൾ ഓരോരുത്തരായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശും നയനിയും 2 മുറിയിലാണെങ്കിലും അവരുടെ മനസ്സ് കൂടുതൽ അടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളും ഇരട്ടി ഇപ്പോൾ ആദർശനും നയനിയോടുള്ള ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ആ ഒരു അടുപ്പം, ആ ഒരു ഇതെല്ലാം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ദേവയാനിക്ക് തിരിച്ചടിയാണ്. ഇതൊന്നും മനസ്സിലാകാതെ മകനും മരുമകളും രണ്ടിടത്തായതിൻ്റെ അഹങ്കാരത്തിലും ആശ്വാസത്തിലുമാണ് ദേവയാനി ഇവിടെ കിടന്നങ്ങനെ അനന്തപുരിയിൽ അങ്ങനെ കിടന്നങ്ങോട്ട് വിരകുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രവചനാതീതമായ എപ്പിസോഡുകളുമായിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രമോ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഒറിജിനൽ കഥ എപ്പോഴാണ് എത്തുക എന്നറിയില്ല, വരുന്ന സമയത്ത് നമുക്ക് കാണാം. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ പ്രമോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഒറിജിനൽ എപ്പിസോഡിലും വരാനിരിക്കുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഡയലോഗുകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും സിറ്റുവേഷൻസ് ഇത് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.